ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്രോച്ചിൻ്റെ ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ക്രോച്ച് പാർട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എവിടെയാണോ പോക്കറ്റ് വെക്കേണ്ടത് ആ ഒരു ഭാഗം ഇതേപോലെ നിവർത്തിയിടുക. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടേക്കായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് മടക്കി തയ്ക്കുമ്പോൾ കവറായി പോകുന്ന ഭാഗമാണ്. ഇതേപോലെയായിരിക്കും നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിലേക്കാണ് അത് അടിച്ചു വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പോക്കറ്റ് അടിക്കാനായി കട്ട് ചെയ്ത് വെച്ച പീസ് നമ്മൾ 3 ഇഞ്ചിൻ്റെ പോയിൻറ്റിൽ ഇതേപോലെ ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ വെക്കുക. നല്ല വശങ്ങൾ ഇതേപോലെ ചേർന്നിരിക്കണം. ഇനി പോക്കറ്റിൻ്റെ പീസിൽ നിന്ന് 2 ഇഞ്ച് താഴോട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ശേഷം പോക്കറ്റിൻ്റെ ലെങ്ത്തായിട്ട് നമുക്കൊരു 6 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വീതിയായിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലും താഴെയും ഇതേപോലെ മാർക്ക് ചെയ്ത് ആ 1/2 ഇഞ്ചിൻ്റെ പോയിൻറ്റിലേക്ക് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കുക. ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നമുക്ക് ഇതേ കാണുന്ന രീതിയിൽ തന്നെ ഒരു സ്ക്വയർ ആയിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെയും ഒന്ന് ലോക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെയും താഴെയായിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്കൊരു ചെറിയൊരു കട്ട്സ് കൊടുക്കാം. ഇനി ഈ കാണുന്ന രീതിയിൽ ക്ലോത്ത് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഇതിലേക്കൂടി ഒന്ന് പുറത്തേക്ക് വലിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ക്ലോത്ത് പുറത്തേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് വരുന്ന വിധത്തിൽ നമുക്ക് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ശേഷം ഈ കാണുന്ന രീതിയിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലോത്ത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിടാം. നമ്മൾ പോക്കറ്റിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് വീണ്ടും ഈ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിടുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞ ആ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ വരക്കുന്നുണ്ട്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുക. അത് നമ്മൾ കൈയിട്ട് ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തെ എൻഡുകളും ഒന്ന് കൂർപ്പിച്ചെടുക്കുക. ഏതെങ്കിലും ഒരു ഷാർപ്പ് സാധനം കൊണ്ട് വക്കുകളെല്ലാം ഒരേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ബാക്ക് വശത്തേക്ക് മടക്കി വയ്ക്കുക. പാൻറ്റ് ഇതേപോലെ നിവർത്തിയിടുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ക്ലോത്ത് ഇതേപോലെ പുറത്തേക്ക് നിൽക്കണം. അതിന് ശേഷം പോക്കറ്റിൻ്റെ പീസും ഫ്രണ്ട് പാൻറ്റിൻ്റെ പീസും തമ്മിൽ ഇതേപോലെ ഞാൻ ഈ ചോക്കോട് വരച്ചതുപോലെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ അത് ജോയിൻ ആയിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾ പാൻറ്റിൻ്റെ റോങ് വശം ഇടുമ്പോൾ നമുക്ക് ഇതേപോലെയായിരിക്കും കിട്ടുക. പോക്കറ്റ് ഓപ്പണായ ഭാഗം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുമ്പോൾ അത് കവറായിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് പാൻറ്റിൻ്റെ ബാക്ക് പീസ് ഇതേപോലെ നല്ല വശവും ഒരുമിച്ച് വരുന്ന വിധത്തിൽ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാൻറ്റിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് നിവർത്തിയിടുക. നമ്മളെ പോക്കറ്റിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ബാക്ക് പാൻറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതിന് കറക്റ്റായിട്ട് പോക്കറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഒരേപോലെ വരുന്ന വിധത്തിൽ വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോക്കറ്റ് തയ്ച്ചപ്പോൾ ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് പുറത്തേക്ക് വരുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് അവിടെ ഉണ്ടോ നോക്കിയിട്ട് സ്റ്റാർട്ടിങ് മുതൽ താഴെ വരെ, പാൻറ്റിൻ്റെ ഏറ്റവും താഴെ വരെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ തയ്ച്ച് തുടങ്ങുക. അതിനുശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ പോക്കറ്റ് ക്ലോസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒന്ന് ഇതേപോലെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഓപ്പണിങ് എവിടെയാണ് വരുന്നതെന്ന്. അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 2 പാൻറ്റിൻ്റെ സൈഡുകൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് താഴെ മടക്കിയടിക്കാനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ആദ്യം 1 ഇഞ്ചിൽ മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി 1 ഇഞ്ചിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ പറഞ്ഞ പോലെ ഞാൻ പാൻറ്റിൻ്റെ താഴ്വശം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്. അതിനുശേഷം താഴെയും കൂടി ഒരു സ്റ്റിച്ച് കുറച്ചും കൂടി പെർഫെക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് എക്സ്ട്രാ വന്ന ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. പാൻറ്റിൻ്റെ ഒരു വശം നമ്മൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തത്. അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് മുഴുവനായിട്ട് അപ്പുറത്തെ കാലിൻ്റെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയും തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും നമ്മുടെ പാൻറ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ടിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഒരു പിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എലാസ്റ്റിക് തയ്ക്കുന്ന ആ ഭാഗത്തേക്കായിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ മടക്കിയിട്ട് ക്ലോത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഇതേപോലെ മുഴുവനായിട്ട് 1/2 ഇഞ്ചിൽ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് എലാസ്റ്റിക് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിനേക്കാൾ 3 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് എലാസ്റ്റിക് ഇതേപോലെ റോങ് വശത്തേക്ക് ഒരു സർക്കിൾ ഷേപ്പിൽ വെച്ചിട്ട് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് മുഴുവനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് നിന്നാണ്. ബാക്കിൽ നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ വന്ന് നിൽക്കും. അപ്പോൾ അത് വയ്യ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ പോക്കറ്റിൻ്റെ പീസ് ഇതേപോലെ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ആ ഭാഗത്തായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ബാക്കിൽ നമ്മുടെ ക്രോച്ചിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ പോലെ തോന്നും. അത് ജസ്റ്റ് ഒരു പ്ലീറ്റ് പോലെ ഇട്ടിട്ട് അവിടുത്തെ ക്ലോത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ എനിക്ക് വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇലാസ്റ്റിക് ഏത് തരത്തിലും വെക്കാം കേട്ടോ. ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ലാസ്റ്റ് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇൻസേർട്ട് ചെയ്താലും മതിയാവും. അങ്ങനെ ഞാനിത് മുഴുവനായിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണുള്ളത്. ഫൈനലി നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ലൂസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്കിൻ്റെ ഭാഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അവിടെ ജസ്റ്റ് ഒരു പ്ലീറ്റ് പോലെ ഉണ്ടാവും, സൂക്ഷിച്ച് നോക്കിയാൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വിയർ ചെയ്യേണ്ടത്.